ഇതാ വൈകുന്നേരമായപ്പോൾ നമ്മുടെ പറമ്പിലേക്കൊക്കെ ഇറങ്ങിയതാട്ടോ. നമ്മുടെ കസ്തൂരി മഞ്ഞളാണിത്. ഞാൻ മുഖത്തൊക്കെ തേക്കാനായിട്ട് നമ്മുടെ കസ്തൂരി മഞ്ഞളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ മുഖത്ത് മുഖക്കുരു അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലത് തന്നെയാണ് കസ്തൂരി മഞ്ഞൾ. ഞാൻ മഞ്ഞളും തേക്കലുണ്ട്, അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞളും തേക്കലുണ്ട്. കസ്തൂരി മഞ്ഞളാകുമ്പോൾ നമ്മുടെ മുഖത്തിന് ഒട്ടും ഒരു വൈറ്റ് കളറായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ. വൈറ്റ് കളറായതുകൊണ്ട് തന്നെ നമുക്ക് തേച്ചാലും അറിയുന്നില്ല. മഞ്ഞൾ തേക്കുമ്പോൾ അത് യെല്ലോ ഷെയ്ഡ് എന്തായാലും വരുമല്ലോ. പക്ഷേ ഞാൻ മുഖക്കുരുവിന് ഞാൻ മിക്കതും മഞ്ഞളും അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞളൊക്കെ ആട്ടോ, അല്ലാണ്ട് വേറെ പ്രോഡക്റ്റൊന്നും അങ്ങനെ ഒന്നും തേക്കലൊന്നുമില്ല. പിന്നെ നമ്മുടെ സൗന്ദര്യത്തിന് എല്ലാത്തിനും നല്ലതാണല്ലോ കസ്തൂരി മഞ്ഞൾ. കസ്തൂരി മഞ്ഞൾ എപ്പോഴും മുഖത്ത് തേക്കാനായിട്ട് എല്ലാവരും കസ്തൂരി മഞ്ഞൾ പൗഡർ ഇതൊക്കെ മേടിക്കുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ ഒരുപാട് കെമിക്കലൊക്കെ ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ ഇതുപോലൊക്കെ ഒരു കടക നട്ടുപിടിപ്പിച്ചാൽ മതി, നമുക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് കിട്ടും കേട്ടോ. ആദ്യമൊക്കെ നമ്മുടെ വീട്ടിൽ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ട് വേറൊരു ചെടിയായിട്ട് കൊണ്ടുവച്ചിരുന്നത് പണ്ട്. പക്ഷെ അതല്ല, ഒറിജിനൽ ഇതാണെന്ന് നമുക്ക് കുറേ നാളായി മനസ്സിലായിട്ട്. നമുക്ക് ഒറിജിനൽ ഉള്ളിൽ വൈറ്റ് കളറായിരിക്കും. അതുപോലെ തന്നെ ഇതാ ഇലയൊക്കെ ഇതാ ഇതുപോലെ ആയിരിക്കും. അധികം നല്ലൊരു ഹൈറ്റ് വെച്ച് പോവാണ്ട് ഇതുപോലെ നല്ല വട്ടം വീശി നിൽക്കും കേട്ടോ. അപ്പം നമ്മൾ നല്ലപോലെ വളമൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടാണ് ഇതേ കുറേ ഇലകളൊക്കെ പൊട്ടുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. കണ്ടോ, അടിഭാഗത്തായിട്ട് കുറേ ഇലകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇതിലൊക്കെ ഇനി കായ്കളിങ്ങനെ പിടിക്കാനായിട്ട് തുടങ്ങും. നമ്മളിതുപോലെ മണ്ണൊക്കെ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ അതാ നല്ലപോലെ പിടിച്ചു തുടങ്ങും. ഇതിൻ്റെ കടക്കൊക്കെ ഇത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അപ്പോൾ നമുക്കൊരു ഫേസ് പാക്കൊക്കെ തയ്യാറാക്കി നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ നട്ടാൽ മതി. നമ്മുടെ പറമ്പിൽ നമ്മൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറേ കൊടുത്ത് നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ നട്ടിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ, അത് കാരണം ഇത്തിരി വളർച്ച കുറവുണ്ട്. എങ്കിലും നമുക്ക് ഇതിപ്പോൾ വെയിൽ വേണമെന്നോ അങ്ങനെ തണൽ വേണമെന്നോ അങ്ങനെ ഒന്നുമില്ല. ഏതൊരു സ്ഥലത്തായാലും നമുക്ക് നട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് കിട്ടും. കൃഷി ചെയ്യുന്നതല്ല കേട്ടോ, നമ്മുടെ ഫേസിൽ നമുക്ക് തേക്കാനായിട്ട് ആവശ്യത്തിന്. ഇതാട്ടോ ഞാൻ പറഞ്ഞത്, മഞ്ഞക്കൂവയാണ് കേട്ടോ ഇത്. പണ്ട് നമ്മൾ കസ്തൂരി മഞ്ഞൾ അതായിട്ട് കൊണ്ടുവച്ചതാണ്. ഇതുപോലെ വലിയ ഇലയായിട്ട് ഇതുപോലെ ഹൈറ്റൊക്കെ വെച്ച് ഇങ്ങനെ പോകും കേട്ടോ. മഞ്ഞക്കൂവയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ മഞ്ഞയായിരിക്കും. ഇതുപോലെ ഹൈറ്റ് വെച്ച് നമുക്ക് പലർക്കും തെറ്റുപറ്റുന്നുണ്ട്. പലരും കസ്തൂരി മഞ്ഞളാന്ന് പറഞ്ഞിട്ട് ഈ മഞ്ഞക്കൂവേനെയാണ് കൊണ്ടുവച്ച് വളർത്തുന്നത്. നമ്മളും പണ്ട് ചെയ്തതാണ്. പക്ഷെ നമുക്ക് പിന്നെയാണ് മനസ്സിലായത് കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ ഏതാണ്. ഇത് നമ്മുടെ കൂവയാട്ടോ, നമ്മൾ കൂവയിൽ നടുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ ആവശ്യത്തിനുള്ള കൂവ മാത്രം കേട്ടോ നടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിതിൻ്റെ ഇതുപോലെ പൊടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ഒരു മാസത്തിനുള്ള പൊടിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്. ഇപ്പോൾ നമ്മൾ ഇതും അതേ പറമ്പിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നടും. അങ്ങനെ ഇത് നടക്കുമ്പോഴാണ് വാഴക്കൊപ്ര അത്യാവശ്യം വലുതായി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിക്കണം. അതുപോലെ തന്നെ ഫാഷൻ ഫ്രൂട്ട് പറക്കാനായിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ട് മഴ കാരണം പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേ 2എണ്ണമൊക്കെ വീണ് ചീഞ്ഞ് കിടക്കുമായിരുന്നു. അതിനൊന്നാമതൊരു കേടുണ്ട് പ്രാവശ്യം. പിന്നെ ഇതേ നിറച്ച് പുല്ലാണ് അവിടെയൊക്കെ. അപ്പോൾ നമ്മളൊരു വടിയൊക്കെ വെച്ച് തോണ്ടി നോക്കിയിട്ടൊക്കെയാണ് പോകുന്നത്. ഈ ഭാഗത്ത് ഒരു വാഴക്കൊപ്രയുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഒരു ദിവസം കറി വെക്കാനായിട്ട് പൊട്ടിക്കണം. അത്യാവശ്യം വലുതായി വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതേ പപ്പക്കായ ഒന്ന് മൂത്തോ നോക്കാൻ പോയതാണ്. അപ്പോൾ അത്യാവശ്യം മൂത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഇത്ര വിശേഷങ്ങൾ.